യാത്രകൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അത് പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാവുമ്പോൾ അത് എത്രയും മനോഹരമാകുന്നു. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലൂ ബെൽസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞാൻ മിന്നുവിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ചെറിയൊരു വലിയ ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും പാറും കൂടെ മിന്നുവിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ചെറിയ വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ഇന്നിപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതുവരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം വന്ന ദിവസത്തെ ക്ഷീണം, അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഓരോ യാത്രകളുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിവിടെ വന്നതോടെ കുക്കിങ്ങിൻ്റെ ചാർജ് കിട്ടി. ഈ മടിച്ചെല്ലാം എന്നെ ഏൽപ്പിച്ചു. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കും. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മസാലയൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഓൾറെഡി ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി അല്ലേ ഇത്രയും തിരുമ്മി വെച്ചിട്ടുണ്ട്. പ്രമോദാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിന്നുവിൻ്റെ വീട്ടിൽ വന്നിട്ട് മിന്നു എന്നെ കൊണ്ട് പണി എടുപ്പിക്കുക കേട്ടോ. അയ്യോ, വീട്ടിൽ വന്ന വിരുന്നുകാരിനെ പോലെ ഇരിക്കും. ഞാൻ പണിയെടുക്കണം. ഇവിടെ വന്നാലും ഞാൻ പണിയെടുക്കണം. ചേച്ചി എന്ന് പറഞ്ഞാലേ പണിയെടുത്ത് തരേണ്ടവൾ എന്നാണ് അർത്ഥം. അനിയത്തിക്ക് സർവ് ചെയ്യേണ്ടവൾ. കേട്ടോ മാമോദേ, ചേച്ചി എന്ന് പറഞ്ഞ പണിയെടുത്ത് തരേണ്ടവൾ എന്നാണ് അർത്ഥം. ഇത് പുതിയ ഇങ്ങനെ വരല്ലോ. ഞാൻ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ വരില്ല. അതെ, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാം പാകത്തിനാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല, മസാല ഇട്ടതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നല്ല പോലെ ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഞാനൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാണ്. ടേസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇവിടെ മിന്നു ഫുഡ് കഴിക്കൽ, ടി വി കാണലും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. ടി വിയോ ഫോണോ വേണം ഫുഡ് കഴിക്കണമെങ്കിൽ. ഞങ്ങൾ പാർക്കിൽ പോകാൻ ഒരുങ്ങിയതാണ് കേട്ടോ. ഒരുങ്ങി ഇറങ്ങുന്ന ആ ഒരു സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ അടുത്തുള്ള ഓരോ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ഓരോ വീടുകളൊക്കെയാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ എവിടെ പോയാലും എനിക്കുണ്ടല്ലോ, എന്ത് കാഴ്ചകൾ കണ്ടാലോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഹോബി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയാണ് കേട്ടോ എൻ്റെ ചിന്ത. പെട്ടെന്ന് എനിക്ക് വിചാരിക്കും ഞാനിത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കാണിക്കാമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അമ്മയും ഞാനും പിന്നെ അച്ഛനും എല്ലാവരും ഉണ്ട്, മിന്നു പ്രമോദും എല്ലാവരും കൂടെ ഞങ്ങൾ ആ പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പാർക്ക്. അപ്പോൾ അവിടേക്ക് പോകാൻ, അപ്പോൾ നാളെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിന്നു. ഞങ്ങൾ അധികം ഒന്നും എല്ലായിടത്തും ഒന്നും പോകാനും പറ്റിയില്ല കേട്ടോ. മെയിൻ ടൗണിലേക്കൊന്നും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. മെയിൻ ടൗണിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാം ഒന്നും വ്ളോഗിൽ എടുക്കാനും പറ്റിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ യാത്ര പോകുമ്പോൾ ഓരോ എന്താ പറയുക കാഴ്ചകളും പുതിയ എക്സ്പീരിയൻസ് ആണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം നിങ്ങളെ കാണിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എവിടെ പോയാലും എനിക്കത് വീഡിയോ എടുക്കണം, നിങ്ങളിൽ എത്തിക്കണം, ഞാൻ കാണുന്ന ആ ഒരു കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പാർക്കാണ്. ഇവിടെ പാറു വന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് ദൂരമൊക്കെ നടന്നിട്ട്, നിങ്ങൾക്കറിയാലോ ഞാനൊരു മടിച്ചിയാണെന്ന്, കുറച്ച് ദൂരമൊക്കെ നടന്ന് ഞാനൊരു സ്ഥലത്ത് ഇരുന്നു. ഇവരൊക്കെ കുറച്ച് നടക്കാൻ പോയിട്ടോ. അച്ഛനും പ്രമോദും പാറും കൂടെ നടക്കാൻ പോയി. മിന്നു എക്സസൈസ് ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എക്സസൈസ് ചെയ്യുന്നൊന്നുമില്ല.
വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ടൗണിൻ്റെ നടുക്ക് നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. കാരണം കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ ബാംഗ്ലൂരൊക്കെ ഭയങ്കര ചൂടല്ലേ. പക്ഷേ ഈ ഒരു ടൗണിൻ്റെ നടുക്ക് ഈ ഒരു പാർക്കിലൂടെ നടന്നു പോകുമ്പോൾ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്. കുറേ പേര് ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു റീഫ്രഷ് ചെയ്യാനെന്ന രീതിയിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കുറേ പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഏറ്റവും മുകളിലാണ് കേട്ടോ. ഞാനിവിടെ തുണി വിരിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് ബാംഗ്ലൂർ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാൽ ഈ സിറ്റി മുഴുവൻ കാണാം. ഫുള്ള് ബിൽഡിങ്ങുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ബിൽഡിങ്ങുകൾ മാത്രമേ കാണാനുള്ളൂ. കണ്ടോ, സൂര്യനെ പോലും കാണുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നൊക്കെ ഈ സമയത്ത് കാണാം അല്ലേ. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏകദേശം സെയിം ആണ്. എനിക്ക് കുറച്ചും കൂടെ ഇവിടെയാണ് കുറവെന്ന് വരെ തോന്നിപ്പോവാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട് എത്ര മാറിപ്പോയില്ലേ. പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ചൂടാണ് ഈ പ്രാവശ്യം. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസമൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചൂട് കുറഞ്ഞ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഓൾറെഡി ഇവിടെ ചൂടുള്ള സ്ഥലമാണ് അല്ലേ. പക്ഷെ എന്നാലും നമ്മുടെ നാട് എത്രത്തോളം മാറിപ്പോയി എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു വൈകുന്നേരം 6 മണി സമയമാണ്. എന്നിട്ടും നല്ല വെളിച്ചവും നല്ലൊരു കാറ്റുണ്ട് മുകളിലേക്ക് വന്നപ്പോൾ. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ തുണി വിരിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് പോണു. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല വ്യൂ ആണ്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ മാത്രം, എത്ര ദൂരത്തേക്ക് നോക്കിയാലും. ഇതാ ഒരു ചേട്ടൻ തക്കാളി വിൽക്കുന്നു. എല്ലാ സാധനങ്ങളും ഇവിടെ വരും കേട്ടോ. ഞങ്ങളിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. പാറു പറയുന്ന പോലെ മിന്നുവിന് മടിയായിട്ട് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാണ്. എവിടെ ചെന്നാലും ഞാനാണ്. വീട്ടിലെ മൂത്ത മക്കളാണ് ഭാരം ചുമക്കുന്ന കഴുതയാൻ സമ്മതിച്ചല്ലോ. വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇത് 3ാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായി ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങുവാണ്. എന്താ പൊന്നു? ആന കുസൃതിയാ. മുറ്റത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും കോലം വരയ്ക്കുന്നത് റോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോലം വരയ്ക്കുന്നതൊക്കെ സിനിമയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ കണ്ട പാർക്ക് തന്നെയാണ്. പാർക്കിൻ്റെ വേറൊരു സൈഡാണ്. അപ്പോൾ ഈ നമുക്ക് റോട്ടിലൂടെയും പോവാം അമ്പലത്തിലേക്ക്, ഈ പാർക്കിലൂടെയും പോവാം. അപ്പോൾ ഞങ്ങൾ പാർക്കിലൂടെയാണ് നടന്നത്. ബാംഗ്ലൂരിൽ 3ാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ വന്നില്ലേ, ആ പാർക്കിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുത്തെ ടൗണിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ ബത്തേരിനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. സുൽത്താൻ ബത്തേരിൻ്റെ നമ്മുടെ ക്ലീൻ സിറ്റീനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ രാവിലെയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് വെയിലായി തുടങ്ങിയിട്ടോ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു കുട എടുക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നത്. ഞാൻ സെൽഫി സ്റ്റിക്കൊന്നും എടുത്തില്ല, സ്റ്റാൻഡൊന്നും എടുത്തില്ല. അത് കാരണം വീഡിയോ എടുക്കുന്നത് ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ ഈ പാർക്കിലൊക്കെ നമുക്ക് വന്ന് ഈ ടൗണിൻ്റെ നടുക്ക് കൂടെയുള്ള പാർക്കാണ്. നല്ല ശാന്തമായ ഒരു കിളികളും ചെടികളും പൂക്കളും ഒക്കെ ഉള്ള തണലൊക്കെ ഉള്ള ഒരു പാർക്കാണ്. നല്ല രസമാണ്. ഇവിടെ വന്നാൽ എക്സസൈസ് ചെയ്യാം, നമുക്ക് നടക്കാം, അതുപോലെ റെസ്റ്റ് എടുക്കാം. നല്ല രസമാണ് കേട്ടോ ഇവിടെ. അതുപോലെ പിന്നെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേസ്റ്റ് എടുക്കാനൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലാവുമ്പോൾ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് എടുക്കുന്നതിന് പൈസ കൊടുക്കണം, വേസ്റ്റ് എടുക്കുന്നതിന് പൈസ കൊടുക്കണം അല്ലേ, എല്ലാത്തിനും പൈസ കൊടുക്കണം. ഇവിടെ രാവിലെ പ്ലാസ്റ്റിക് എടുക്കാനും അതുപോലെ ഫുഡ് വേസ്റ്റ് എടുക്കാനും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വന്ന് എടുത്തോളും. അതിൽ നമുക്ക് വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇതാണ് കേട്ടോ. ഓരോ നാടിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മുടെ നാട് തന്നെയാണ് ബെറ്റർ. ടൗണിലൊക്കെയുള്ള ആ ഒരു നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി ഓർമ്മ വരും. നല്ല രസമാണ് കേട്ടോ. എന്നാലും ആ ഒരു നല്ല ചൂടുള്ള സ്ഥലത്ത് നമുക്ക് ഇതേപോലെയുള്ള തണലിലൂടെ നടക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് ഞാൻ മുഴുവനായിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു വ്ളോഗായി മാറും. അപ്പോൾ എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും ചെറിയ ചെറിയ വീഡിയോസാണല്ലേ ഇഷ്ടം. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് ബാക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതും കാണണം. അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അവർ ചോദിക്കാറുണ്ട് ലൈക്ക് ചെയ്യുന്ന കാണുന്നില്ലേന്ന്. ലൈക്ക് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അറിയണമെങ്കിൽ കമൻറ്റ് തന്നെ ഇടണം. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.